ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പണമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. ഇത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിം കോൺക്ലേവ് വേദിയിൽ പറഞ്ഞത് എന്താണ്? ഗവൺമെന്റ് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പണമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ്. 1.5 കോടി രൂപയാണ് SC/ST വിഭാഗക്കാർക്ക് സർക്കാർ സിനിമ എടുക്കാൻ വേണ്ടി നൽകുന്നത്. ഇത് കറപ്ഷന് വഴിയൊരുക്കും. കറപ്ഷനാണ് ശരിക്കും ഇവിടുത്തെ പ്രശ്നമെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻസും അതിലെ പാകപ്പിഴകളും ചൂണ്ടിക്കാട്ടി സംസാരിക്കാമായിരുന്നു. അപ്പോ അതല്ല പ്രശ്നം, പിന്നെന്താണ്? പക്ഷെ അവർക്ക് കുറഞ്ഞത് ഒരു 3 മാസത്തെ ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം. സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നത് 3 മാസത്തെ തീവ്ര പരിശീലനം ഇവർക്ക് നൽകണം. കാരണം ഇവർക്ക് ഇതിനെ പറ്റിയൊന്നും വല്ല ധാരണ ഉണ്ടാവില്ലല്ലോ എന്ന ചിന്താഗതിയാണ്. ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പാട്ട് പാടാനോ സിനിമ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇവർ ഇന്ന ജോലിയൊക്കെ ചെയ്താൽ മതി എന്നുള്ള സ്ഥിരം ദളിത് വിരുദ്ധ നിലപാട് തന്നെയാണ്. പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത് ചെലവാക്കുന്നത്. മറ്റ് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ വേണ്ടി ചെലവാക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള പൈസയാണ്. കാര്യം മനസ്സിലായില്ലേ? ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഫണ്ട് ഒരു അധിക ചിലവാണെന്നും ഒരു പാഴ് ചിലവാണെന്നും വേണമെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ സിനിമ പിടിക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട്. അതിനിടയ്ക്ക് ഇവരെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് സിനിമ പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് സാരം. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി പോകുന്നവർക്ക് കൊടുക്കുക. SC/ST വിഭാഗക്കാരെ എല്ലാ മേഖലകളിലേക്കും ഉയർത്തിക്കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. അത് അങ്ങയുടെ താല്പര്യപ്രകാരം പങ്കുവെച്ച് വീതം വെച്ച് ഒരു വഴിപാട് പോലെ ചെയ്തു വെക്കേണ്ട ഒന്നല്ല SC/ST അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. അത് അവർ ഭംഗിയായി ചെയ്തുകൊള്ളു. ബാക്കിയുള്ളവരുടെ ക്ലാസിന്റെ ആവശ്യമില്ല. സ്ത്രീ എന്ന് പറഞ്ഞ് ചോദിച്ചു വന്ന ഉടനെ എടുത്തു കൊടുക്കാൻ ഇവിടെ കാശൊന്നുമില്ല. 1-2 പേരൊക്കെ ഉണ്ട് നല്ല സംവിധായകർ. ഇതൊക്കെ കേട്ടിട്ട് ഇനി പറയണമായിരിക്കും നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. തികഞ്ഞ ദളിത് വിരുദ്ധത, പ്രകടമായ സ്ത്രീ വിരുദ്ധത.